വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നിയമാവർത്തന പുസ്തകം 13-ാം അധ്യായം. ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന ഓരോ വചനവും നിർവഹിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനോട് നീ ഒന്നും കൂട്ടിച്ചേർക്കരുത്, അതിൽ നിന്ന് ഒന്നും കുറയ്ക്കാനും പാടില്ല. ഒരു പ്രവാചകനോ സ്വപ്നദർശക്കാരനോ നിങ്ങൾക്ക് മധ്യേ വന്ന് നിങ്ങൾക്ക് ഒരടയാളമോ അത്ഭുതമോ നൽകുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത മറ്റ് ദേവന്മാരുടെ പിന്നാലെ പോയി നമുക്ക് അവയെ സേവിക്കാമെന്ന് നിങ്ങളോട് പ്രസ്താവിക്കുന്ന അടയാളവും അത്ഭുതവും വന്നുവെന്നുമിരിക്കട്ടെ. നിങ്ങൾ ആ പ്രവാചകന്റെ വാക്കുകളോ സ്വപ്നജൽപ്പനമോ കേൾക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നവർ തന്നെയാണോ നിങ്ങൾ എന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പിന്നാലെ നിങ്ങൾ നടക്കണം. അവിടത്തെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം. അവിടുത്തെ സ്വരം നിങ്ങൾ ശ്രവിക്കണം. അവിടുത്തെ നിങ്ങൾ സേവിക്കണം. അവിടത്തോട് ചേർന്ന് നിൽക്കുകയും വേണം. ആ പ്രവാചകനാകട്ടെ ആ സ്വപ്ന ദർശനക്കാരനാകട്ടെ വധിക്കപ്പെടണം. എന്തെന്നാൽ നിങ്ങളെ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവനും നിന്നെ അടിമകളുടെ ഭവനത്തിൽ നിന്ന് പരിത്രാണം ചെയ്തവനും നിങ്ങളുടെ ദൈവവുമായ കർത്താവിനെതിരെ ഏതു മാർഗത്തിലൂടെ നടക്കാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുശാസിച്ചുവോ അതിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കാൻ അവൻ മതഭ്രംശം പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. നിന്റെ മാതൃതനയനായ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ ശ്രേഷ്ഠ ഭാര്യയോ പ്രാണതുല്യനായ സുഹൃത്തോ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ നമുക്ക് പോയി സേവിക്കാമെന്ന് പറഞ്ഞ് നിന്നെ ഗോപ്യമായി വശീകരിക്കുന്നു എന്നിരിക്കട്ടെ. അത് ഭൂമിയുടെ ഒരറ്റം മുതൽ ഭൂമിയുടെ മറ്റേ അറ്റം വരെ നിനക്ക് സമീപത്തോ നിന്നിൽ നിന്ന് വിദൂരത്തോ ആയി നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരിൽ നിന്നായിരിക്കുകയും ചെയ്യട്ടെ. നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ അരുത്. അവനെ അനുഭാവപൂർവം കടാക്ഷിക്കുകയുമരുത്. ശിക്ഷിക്കാതെ വിടരുത്. അവന് സംരക്ഷണമാകരുത്. അവനെ കൊല്ലുക തന്നെ വേണം. നിന്റെ കരമാണ് അവനെ വധിക്കാൻ ആദ്യം അവന്റെ മേൽ പതിയേണ്ടത്. അതേ തുടർന്ന് ജനം മുഴുവന്റെയും കരവും. അവൻ മരിക്കേണ്ടതിന് അവനെ നീ കല്ലെറിയണം. എന്തെന്നാൽ ഈജിപ്ത് നാട്ടിൽ നിന്ന് അടിമകളുടെ ഭവനത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ പരിശ്രമിച്ചത്. ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടണം. ഈ ദുഷ്കാര്യത്തിന് തുല്യമായതൊന്നും നിനക്ക് മധ്യേ ചെയ്യാൻ അവർ മേലിൽ മുതിരരുത്. വസിക്കാനിടമായി നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന പട്ടണങ്ങളിലൊന്നിൽ നീ ഇപ്രകാരം കേൾക്കുന്നു എന്നിരിക്കട്ടെ. നിന്റെ ഇടയിൽ നിന്ന് കൊള്ളരുതാത്തവരായ ആളുകൾ പുറപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ നമുക്ക് പോയി സേവിക്കാം എന്ന് പറഞ്ഞ് അവരുടെ പട്ടണ നിവാസികളെ വഴിതെറ്റിച്ചിരിക്കുന്നു. അപ്പോൾ നീ നന്നായി അന്വേഷിക്കുകയും പരിശോധിക്കുകയും വിചാരണ നടത്തുകയും ചെയ്യണം. ഇതാ സംഗതി സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നിന്റെ ഇടയിൽ ആ ഹീനകൃത്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. നീ ആ പട്ടണ നിവാസികളെ നിശേഷം വാളിന്റെ വായ്ത്തലയ്ക്ക് ഇരയാക്കണം. അതിനെയും അതിലുള്ള സകലതിനെയും അതിന്റെ മൃഗഗണത്തെയും വാളിന്റെ വായ്ത്തലയ്ക്ക് ഉന്മൂലനാചാര വിധേയമാക്കണം. അതിന്റെ കൊള്ള മുതൽ മുഴുവനും അതിന്റെ ചത്തുരത്തിൽ കൂട്ടിയിടണം. ആ പട്ടണവും അതിന്റെ കൊള്ള മുതൽ മുഴുവനും നിന്റെ ദൈവമായ കർത്താവിന് ഒരു സമ്പൂർണ്ണ യാഗമായി തീയിൽ കത്തിക്കണം. അത് എന്നേക്കും ഒരു നാശകൂമ്പാരമായിരിക്കും. അത് വീണ്ടും പണിയപ്പെടരുത്. നിഷിദ്ധ വസ്തുവിൽ നിന്ന് ഒന്നും നിന്റെ കയ്യിൽ ഒട്ടരുത്. എങ്കിലേ കർത്താവ് തന്റെ തീവ്ര കോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്നോട് അനുകമ്പ കാണിക്കുകയുള്ളൂ. അവിടുന്ന് നിന്നെ പരിഗണിക്കുകയും നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നീ തീർച്ചയായും നിന്റെ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് ചെയ്യാൻ ഞാനിന്ന് നിന്നെ അനുശാസിക്കുന്ന
അവിടുത്തെ കൽപ്പനകളെല്ലാം പാലിക്കുന്നതിന് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം കേൾക്കണം. നിയമാവർത്തന പുസ്തകം 14 അധ്യായം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ് നിങ്ങൾ. മരിച്ചവനെ പ്രതി നിങ്ങൾ മുറിവുണ്ടാക്കുകയോ തിരുനെറ്റി കഷണ്ടിയാക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന് നീ പരിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനങ്ങളെക്കാളും തനിക്ക് സ്വന്തമായ ഒരു ജനമായിരിക്കുന്നതിന് കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തു. നിന്ദ്യമായതൊന്നും നീ ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗഗണം ഇതാണ്: കാള, ചെമ്മരിയാട്, കോലാട്, പുള്ളിമാൻ, കലമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, കവരിമാൻ, മലയാട്, വിഭജിത കുളമ്പുള്ള ഏത് മൃഗവും മൃഗഗണത്തിൽ 2 കുളമ്പുകൾ ഒട്ടിയതും അയവിറക്കുന്നതുമായതെന്തും നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കുന്നവയെങ്കിലും കുളമ്പൊട്ടിയവയല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മലിനമായ ഒട്ടകം, മുയൽ, കുഴിമുയൽ എന്നിവയും വിഭജിത കുളമ്പുള്ള എന്നാൽ അയവിറക്കാത്തതാകയാൽ നിങ്ങൾക്ക് മലിനമായ പന്നിയും അവയുടെ മാംസം ഒട്ടും നിങ്ങൾ ഭക്ഷിക്കുകയോ അവയുടെ ശവം സ്പർശിക്കുകയോ അരുത്. ജലത്തിലുള്ള എല്ലാറ്റിലും നിന്ന് ഇവ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ചിറകും ചെതമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ ചിറകും ചെതുമ്പലുമില്ലാത്ത ഒന്നും നിങ്ങൾ ഭക്ഷിക്കരുത്, അത് നിങ്ങൾക്ക് മലിനമാണ്. ശുദ്ധിയുള്ള എല്ലാ പക്ഷിഗണത്തെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം. അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുതാത്തവ ഇവയാണ്: കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, ഗൃധ്രം, പ്രാപ്പിടയൻ എന്നിവയും പരുന്ത് അതിൻ്റെ ഇനമനുസരിച്ചും എല്ലാ കാക്കയും അതിൻ്റെ ഇനമനുസരിച്ചും ഒട്ടകപ്പക്ഷിപ്പിട, രാനത്ത്, കടൽപ്പാത്ത എന്നിവയും ചെങ്ങാലിപ്പരുന്ത് അതിൻ്റെ ഇനമനുസരിച്ചും മൂങ്ങ, പൂമൻ, അരയന്നം, ഞാറപ്പക്ഷി, കരിങ്കഴുകൻ, നീർക്കാക്ക, കൊക്ക്, എരണ്ട അതിൻ്റെ ഇനമനുസരിച്ചും കാട്ടുകോഴിയും നരിച്ചീറും. ചിറകുള്ള പ്രാണിയെല്ലാം നിങ്ങൾക്ക് മലിനമാണ്, അവ ഭക്ഷ്യമാകരുത്. ശുദ്ധിയുള്ള ഏത് പറവയെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം. ചത്തതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിന്റെ പടികൾക്കകത്തുള്ള പ്രവാസിക്ക് നീയത് കൊടുക്കണം, അവൻ അത് ഭക്ഷിക്കട്ടെ. അല്ലെങ്കിൽ ഒരു അന്യന് വിൽക്കുക. എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഒരു വിശുദ്ധ ജനമത്രേ. ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. വർഷം തോറും വയൽ ഉൽപ്പാദിപ്പിക്കുന്ന നിന്റെ വിത്ത് വിഭവം മുഴുവന്റെയും ദശാംശം നീ സമർപ്പിക്കുക തന്നെ വേണം. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം വസിക്കുന്നിടമായി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുൻപിൽ വെച്ച് നിന്റെ ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും നീ ഭക്ഷിക്കണം. ആയുഷ്കാലം മുഴുവൻ നീ അവിടുത്തെ ഭയപ്പെടാൻ പഠിക്കുന്നതിനു വേണ്ടിയാണിത്. എന്നാൽ നിനക്ക് ചുമന്നുകൊണ്ടു പോകാൻ കഴിയാത്ത വിധം വഴി നിന്നെ സംബന്ധിച്ച് കൂടുതലാണെങ്കിൽ, നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്ത ഇടം നിന്നിൽ നിന്ന് അകലെയുള്ള സ്ഥലമാണെങ്കിൽ, നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് നീ അവ പണത്തിന് വിറ്റ് പണം കൈവശം കിഴിയാക്കി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് യാത്രയാകണം. ആ പണം നീ നിന്റെ ആത്മാഭിലാഷ സിദ്ധിക്കായി ആടുമാടുകൾ, വീഞ്ഞ്, ലഹരിപാനീയം തുടങ്ങി നീ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നതെന്തിനും വേണ്ടി ചെലവഴിക്കണം. എന്നിട്ട് നീയും നിന്റെ കുടുംബവും നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഭക്ഷിച്ച് ആഹ്ലാദിക്കണം. നിന്റെ കവാടങ്ങൾക്കകത്തുള്ള ലേവായനെ നീ അവഗണിക്കരുത്. എന്തെന്നാൽ അവന് നിന്നോടൊപ്പം ഓഹരിയോ അവകാശമോ ഇല്ലല്ലോ. 3-ാം വർഷത്തിന്റെ അവസാനം ആ വർഷത്തിലെ നിന്റെ വിഭവത്തിന്റെ ദശാംശം മുഴുവനും കൊണ്ടുവന്ന് നിന്റെ കവാടങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കണം. നിന്നോടൊപ്പം ഓഹരിയും അവകാശവും ഇല്ലാത്തതുകൊണ്ട് നിന്റെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും ഒപ്പം പ്രവാസിയും അനാഥനും വിധവയും വന്ന് ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ. നീ ചെയ്യുന്ന നിന്റെ ഓരോ കരവേലയിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനാണത്. 126-ാം സങ്കീർത്തനം. കർത്താവ് സിയോന്റെ ഐശ്വര്യം പുനഃസ്ഥാപിച്ചപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അധരം ചിരിയും ഞങ്ങളുടെ നാവ് ആനന്ദാരവവും നിറഞ്ഞതായി. അപ്പോൾ ജനതകൾ തങ്ങൾക്കിടയിൽ പറഞ്ഞു, കർത്താവ് ഇവരോടൊത്ത് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവ് ഞങ്ങളോടൊത്ത് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു.
ഞങ്ങൾ സന്തോഷിക്കുന്നവരായി. നെഗബിലെ നീരൊഴുക്കുകൾ പോലെ കർത്താവെ, ഞങ്ങളുടെ ഭാഗധേയം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദാരവത്തോടെ കൊയ്യും. കരഞ്ഞുകൊണ്ട് വിതയ്ക്കാനുള്ള വിത്ത് ചുമന്നു പോകുന്നവൻ ആനന്ദാരവത്തോടെ കറ്റകൾ ചുമന്നു വരും. 127 സങ്കീർത്തനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ അത് പണിയുന്നവർ അധ്വാനിക്കുന്നത് വ്യർത്ഥം. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. ഉണരുന്നത് നേരത്തെയാക്കുന്നവരും വിശ്രമിക്കുന്നത് വൈകിക്കുന്നവരും കഠിനാധ്വാനങ്ങളുടെ അപ്പം ഭുജിക്കുന്നവരുമായ നിങ്ങൾക്ക് അത് വ്യർത്ഥമാണ്. അതെ, തൻ്റെ പ്രിയപ്പെട്ടവന് അവിടുന്ന് ഉറക്കം സമ്മാനിക്കുന്നു. ഇതാ, മക്കൾ കർത്താവിൻ്റെ അവകാശമാണ്, ഉദരഫലം പ്രതിഫലവും. യോദ്ധാവിൻ്റെ കയ്യിൽ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാണ് യൗവനയുക്തരുടെ മക്കൾ. അവരെ കൊണ്ട് തൻ്റെ ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. ശത്രുക്കളുമായി കവാടത്തിങ്കൽ വെച്ച് സംസാരിക്കുമ്പോൾ അവർ ലജ്ജിക്കേണ്ടി വരികയില്ല. 128 സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കരവേലയുടെ ഫലം നീ തീർച്ചയായും ഭക്ഷിക്കും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മയുണ്ടാകട്ടെ. നിന്റെ ഭാര്യ വീട്ടകത്ത് ഫലവത്തായ മുന്തിരി പോലെ ആയിരിക്കട്ടെ. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. ഇതാ, കർത്താവിനെ ഭയപ്പെടുന്ന മാനവൻ തീർച്ചയായും ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആയുഷ്കാലമത്രയും നീ ജെറുസലേമിന്റെ നന്മ ആസ്വദിച്ചാലും നിന്റെ മക്കളുടെ മക്കളെ കണ്ടാലും ഇസ്രായേലിന് സമാധാനം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ കായ്ക്കുന്നില്ല, നല്ല ഫലം കായ്ക്കുന്ന ചീത്ത വൃക്ഷങ്ങളുമില്ല. ഓരോ വൃക്ഷവും അതതിന്റെ ഫലം കൊണ്ട് അറിയുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുന്നില്ല, ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിക്കുല പറിക്കുന്നുമില്ല. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല ശേഖരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ദുഷ്ടനാകട്ടെ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. കാരണം ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നവ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എന്റെ അടുത്ത് വരികയും എന്റെ വചനങ്ങൾ കേൾക്കുകയും അവയനുസരിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശ്യനാണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത മനുഷ്യനോട് സദൃശ്യനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാകുകയും ജലപ്രവാഹം ആ ഭവനത്തിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ അത് ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് നല്ലവണ്ണം പണിയപ്പെട്ടിരുന്നു. എന്നാൽ കേട്ടിട്ടും അതനുസരിക്കാത്ത മനുഷ്യൻ അടിസ്ഥാനമില്ലാത്ത മണ്ണിൽ ഭവനം പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പൊത്തി. ആ ഭവനത്തിന്റെ തകർച്ച വലുതായിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.